രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഭാവിയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ഏറെക്കാലമായി അന്തരീക്ഷത്തിലുണ്ട്. T20 ക്രിക്കറ്റിൽ നിന്നും ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നും ഒരേ കാലങ്ങളിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇരുവരും ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അടുത്ത വർഷം ദക്ഷിണാഫ്രിക്കയിലും സിംബാബ്വേയിലും നമീബിയയിലുമായി അരങ്ങേറുന്ന ഏകദിന ലോകകപ്പിൽ ഇരുവരും ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. അതിനിടയിലാണ് ദിവസങ്ങൾക്ക് മുമ്പ് അരങ്ങേറിയ ഇംഗ്ലീഷ് പരമ്പരക്കിടെ രോഹിത് ശർമ്മയെ സെലക്ഷൻ കമ്മിറ്റി വെട്ടാൻ ഒരുങ്ങുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നത്. ലോകകപ്പിലേക്ക് ഒരു യുവനിരയെ ഒരുക്കാനാണ് ഗംഭീറിന്റെയും സെലക്ഷൻ കമ്മിറ്റിയുടെയും തീരുമാനമെന്നും ലോർഡ്സ് ഏകദിനത്തോടെ രോഹിത് വിരമിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഭാവി പ്ലാനുകളിൽ നിന്ന് രോഹിത്തിനെ വെട്ടാൻ അഗാർക്കറിന്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഗംഭീറിന് നിർദ്ദേശവും നൽകി. ഇക്കാര്യം ഹിറ്റ്മാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ ലോർഡ്സിൽ ആ തിരക്കഥക്ക് ഒരു ആന്റി ക്ലൈമാക്സ് ആയിരുന്നു. രോഹിത്തിന്റെ അവസാന മത്സരമെന്ന് കരുതപ്പെട്ടിരുന്ന കളിയിൽ ഹിറ്റ്മാൻ സെഞ്ചുറി കുറിച്ചു. ഇതോടെ അഗാർക്കറിനും സംഘത്തിനും രോഹിത്തിനെ അങ്ങനെ പെട്ടെന്ന് വെട്ടാനാകില്ലെന്ന് ബോധ്യമായി. ലോർഡ്സിലെ വിഖ്യാതമായ ബാൽക്കണിയിൽ നിന്ന് ഗംഭീർ രോഹിത്തിന് കൈയടിച്ചു. ഇന്ത്യൻ ചീഫ് സെലക്ടർ എന്ന നിലയിൽ അജിത് അഗാർക്കറിന്റെ കാലാവധി 1 മാസത്തിനകം തീരാനിരിക്കുകയാണ്. കഴിഞ്ഞ ജൂണിൽ തീരേണ്ടിയിരുന്ന കാലാവധി 3 മാസം കൂടി നീട്ടി നൽകുകയായിരുന്നു ബോർഡ്. 2027 ലോകകപ്പ് വരെ തനിക്ക് തുടരാനാകുമെന്ന് അഗാർക്കർ കരുതിയിരുന്നു. എന്നാൽ അഗാർക്കറിനെ നീക്കാനാണ് BCCIയുടെ പദ്ധതി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മുൻ ഇന്ത്യൻ താരമായ VVS ലക്ഷ്മണനെ പുതിയ ചീഫ് സെലക്ടറായി നിയമിക്കാനാണ് ബോർഡ് പദ്ധതിയിടുന്നത്. ബംഗളൂരുവിലെ സെന്റർ ഓഫ് എക്സലൻസ് തലവനാണ് നിലവിൽ ലക്ഷ്മൺ. രോഹിത്തിനെതിരെ നടത്തിയ നീക്കമാണ് അഗാർക്കറിന് വിനയായത് എന്നാണ് കരുതപ്പെടുന്നത്. 3ാം ഏകദിനത്തിന് മുന്നോടിയായി വിവരങ്ങൾ ചോർന്നതിന് പിന്നാലെ BCCI സെക്രട്ടറി ദേവജിത് സൈക്കിയ ഒരു പ്രസ്താവന പുറത്തിറക്കി. അഗാർക്കറിനോട് കൂടിയാലോചിക്കാതെയായിരുന്നു ആ പ്രസ്താവന. ടീമിന്റെ ഭാവി പദ്ധതികളിൽ രോഹിത് ഉൾപ്പെടുന്നിടത്തോളം കാലം അദ്ദേഹം തുടരുമെന്ന് സൈക്കിയ വ്യക്തമാക്കി. ഇന്ത്യൻ ഏകദിന ടീമിലെ സ്ഥിരാംഗമാണ് രോഹിത്. ടീമിന്റെ പദ്ധതികളിൽ അദ്ദേഹം ഉൾപ്പെടുന്നിടത്തോളം കാലം രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത് തുടരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോർഡ്സ് ഏകദിനം അദ്ദേഹത്തിന്റെ അവസാന മത്സരമായിരിക്കില്ല, സൈക്കിയ PTIയോട് പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് അഗാർക്കർ നീക്കാനുള്ള തീരുമാനത്തിലേക്ക് ബോർഡ് കടക്കുന്നത്. T20 ലോകകപ്പ് നേട്ടം ഒഴിച്ചു നിർത്തിയാൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിലും ടെസ്റ്റിലുമൊക്കെയായി ഇന്ത്യൻ ടീം പരമ്പരകൾ തോൽക്കുന്നത് തുടർക്കഥയായിട്ടുണ്ട്. ശ്രേയസ് അയ്യർ T20 ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം 3 പരമ്പരകൾ കളിച്ച ഇന്ത്യ അതിൽ 2ലും പരാജയം ഏറ്റുവാങ്ങി. സിംബാബ്വേക്കെതിരെയാണ് ആകെ ജയിച്ചത്. അയർലൻഡിനും ഇംഗ്ലണ്ടിനുമെതിരെ തോറ്റു. ഇംഗ്ലണ്ടിനെതിരെ ഏകദിന പരമ്പരയും അടിയറ വെക്കുന്നുണ്ട്. ഏകദിന ലോകകപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ തുടരുന്ന ഈ മോശം ഫോം സെലക്ടർമാരെ ഇരുത്തി ചിന്തിപ്പിക്കും. യങ് ടാലന്റുകളെ നിറച്ചൊരു ടീമുമായി ലോകകപ്പിന് പോകാനാണ് ഉദ്ദേശമെങ്കിൽ ചിലപ്പോൾ വലിയ ദുരന്തങ്ങളെ നേരിടേണ്ടി വരും. വിശ്വവേദികളിൽ അനുഭവ സമ്പത്തിന് വലിയ റോളുണ്ട്. വിദേശ കണ്ടീഷനുകളോട് അഡാപ്റ്റ് ആകാൻ ഇന്ത്യൻ യുവനിര വല്ലാതെ പാടുപെടുന്നുണ്ട് എന്ന് സമ്മതിക്കുന്ന ഗംഭീർ അനുഭവ സമ്പത്തിനെ വെട്ടിയൊരു സ്ക്വാഡിനെ എങ്ങനെയാണ് പ്രഖ്യാപിക്കുക എന്ന് ചോദിക്കുന്നു ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ. ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് വലിയ ക്രൈസുകൾ അനുഭവിക്കുന്ന സമയത്ത് ഭുവനേശ്വർ കുമാറും മുഹമ്മദ് ഷമിയും അടക്കമുള്ള താരങ്ങളെ ഇപ്പോഴും സ്ക്വാഡിലേക്ക് തിരികെ വിളിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നു ആരാധകർ. ലോകവേദികളിൽ വലിയ അനുഭവ സമ്പത്തുള്ള രോഹിത്തിനെ വെട്ടിയൊരു പ്ലാൻ ആത്മഹത്യാപരമായിരിക്കും എന്ന് ഉപദേശിക്കുന്നു മുൻ താരങ്ങൾ. യശസ്വി ജയ്സ്വാൾ അടക്കമുള്ളവർ പുറത്തിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സെലക്ടർമാർ രോഹിത്തിനെ വെട്ടാനുള്ള പ്ലാനുകൾ ഒരുക്കിയത്. BCCIയുടെ സീനിയർ സെലക്ഷൻ കമ്മിറ്റി രോഹിത്തിനെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചു. രോഹിത്തിന്റെ അവസാന ആട്ടം കാണാൻ രാജ്യം ലോർഡ്സിലേക്ക് ഉറ്റുനോക്കി. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു യുഗം അവസാനിക്കാൻ പോവുകയാണെന്ന് സകലരും ഉള്ളിൽ കരുതി. എന്നാൽ രോഹിത് അനിശ്ചിതത്വങ്ങൾ നീട്ടി. ഓപ്പണറായി ക്രീസിലെത്തിയ രോഹിത് 38ാം ഓവറിലാണ് കളം വിടുന്നത്. 110 പന്തിൽ അടിച്ചെടുത്തത് 138 റൺസ്, പായിച്ചത് 17 ഫോറും 5 സിക്സും, ബാറ്റ് വീശിയത് 125 സ്ട്രൈക്ക് റേറ്റിൽ. ലോർഡ്സിൽ ഇന്ത്യ തോറ്റെങ്കിലും രോഹിത് ആയിരുന്നു ആ പരമ്പരയ്ക്ക് ശേഷം ചർച്ചകളിൽ നിറയെ. മുൻ താരങ്ങൾ പലരും ലോകകപ്പ് സ്ക്വാഡിലേക്ക് രോഹിത്തിനെ പരിഗണിക്കണമെന്നും ഒഴിവാക്കിയാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നും മുന്നറിയിപ്പ് നൽകി. രോഹിത്തിന്റെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാർത്തകൾ വെറും റൂമറുകളാണ് എന്ന് കരുതരുത്. തീയില്ലാതെ പുകയുണ്ടാകില്ലെന്ന് അറിയാമല്ലോ. എന്നാൽ രോഹിത് തനിക്കൊരു ലോകകപ്പിനുള്ള ബാല്യം കൂടിയുണ്ടെന്ന് വിളിച്ചു പറയുന്നു. 2027 ലോകകപ്പ് വരെ അദ്ദേഹത്തിന് മൈതാനങ്ങളിൽ സ്ഥിരതയോടെ തുടരാനാകുമെന്നാണ് ഞാൻ കരുതുന്നത് എന്നായിരുന്നു അശ്വിന്റെ പ്രതികരണം. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ അവസാനമായി ഏകദിന പരമ്പര കളിച്ചത്. ഓസ്ട്രേലിയൻ മണ്ണിൽ വച്ചിറങ്ങേറിയ പരമ്പര ഇന്ത്യ 2-1 അടിയറ വച്ചു. പരമ്പര തോറ്റിട്ടും അന്ന് മാൻ ഓഫ് ദി സീരീസ് പുരസ്കാരം തേടിയെത്തിയത് ആരെയാണെന്നോ? ഹിറ്റ്മാനെ. സിഡ്നിയിൽ സെഞ്ചുറി കുറിച്ചാണ് രോഹിത് അന്ന് പരമ്പര അവസാനിപ്പിച്ചത്. 3 മത്സരങ്ങൾ അടങ്ങിയ സീരീസിൽ അടിച്ചെടുത്തത് 202 റൺസ്. തന്റെ വിരമിക്കലിനായുള്ള മുറവിളികൾ ഉയർന്നുകൊണ്ടിരുന്ന സമയത്ത് ചരിത്രപ്രസിദ്ധമായ മറ്റൊരു സ്റ്റേഡിയത്തിൽ വീണ്ടും അയാൾ 3 അക്കം തൊട്ടു. ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുന്നതിനായി കഠിനാധ്വാനം ചെയ്യുന്ന രോഹിത്, ശരീരഭാരം കുറക്കുന്ന രോഹിത്, ബ്രോങ്കോ ടെസ്റ്റ് അടക്കം കഠിന പരീക്ഷകൾ പലതും പാസ്സാകുന്ന രോഹിത്, തനിക്ക് ഒരു ലോകകപ്പിൽ കൂടി പാഡ് കെട്ടിയിറങ്ങാൻ ബാല്യമുണ്ടെന്ന് അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഫോഴ്സ്ഫുള്ളി ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് അയാളെ സംബന്ധിച്ച് അത്ര നല്ല അനുഭവമായിരിക്കില്ല. ICC ഏകദിന റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്താണ് ഇപ്പോൾ രോഹിത്. ശുഭ്മാൻ ഗിൽ 1ാം സ്ഥാനത്തും കോഹ്ലി 3ാം സ്ഥാനത്തുമുണ്ട്.
വിൻഡീസ്, ശ്രീലങ്ക, ന്യൂസിലൻഡ് ടീമുകൾക്കെതിരെയാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടവയിൽ ലോകകപ്പിന് മുമ്പ് ഇനി അരങ്ങേറാനിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഏകദിന പരമ്പരകൾ. ചിലതിനി ഷെഡ്യൂൾ ചെയ്യപ്പെടാനുമുണ്ട്. സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ പുലർത്താനായാൽ സെലക്ഷൻ കമ്മിറ്റിക്ക് രോഹിത്തിനെ മാറ്റി നിർത്തി ഒരു പ്ലാനെക്കുറിച്ച് ആലോചിക്കാനാകില്ല. ഇനി അതല്ല, യങ് ടാലന്റുകളെ മുന്നിൽ നിർത്തിയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് എങ്കിൽ രോഹിത്തിന് ലോകകപ്പിന് മുമ്പേ പടിയിറങ്ങേണ്ടി വരും.